വെൽക്കം ബാക്ക് ടു ചിന്നൂസ് വേൾഡ്. ചിന്നൂസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 250 തൊട്ട് 300 വരെ ഗ്രാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ ചോളപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാവുന്നതാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് പാകത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് 3 ടീസ്പൂൺ മൈദപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയുമാണ് നമുക്ക് ഇതിന് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എടുത്തു വെച്ചിരിക്കുന്ന 1 മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ മുട്ട ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്കൊരു 3 സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തിരുന്ന ആ പൊടി ഐറ്റംസിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. തിരിച്ചെടുത്തു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ സ്ട്രിപ്സ് പറക്കിടാം. ഇത് ഞാൻ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് അടുത്ത സൈഡ് നമുക്ക് മറിച്ചിടാം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്ക് അങ്ങനെ എല്ലാം നമ്മൾ ഇതാക്കി വെച്ചിരുന്ന ചിക്കൻ മുഴുവൻ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ചിക്കനും നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചുമന്ന മുളക് ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം ഒരു മീഡിയം സൈസിലായിരുന്നു, അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം, പിന്നെ കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്പ്രിംഗ് ഒണിയൻ, ഇത് സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസ്. വെളുത്തുള്ളി ഒരു 3 എണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നീട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവയാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ചേരുവകൾ. അപ്പം നമുക്ക് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈയിങ് പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു. ഉണ്ടാക്കേണ്ടത് ഒരു 30 സെക്കൻഡോളമായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന റെഡ് ചില്ലി ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ചോപ്പ് ചെയ്ത ഒരു ഉള്ളി എടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഇനി ഈ ഉള്ളി ഒരു മിനിറ്റോളം നന്നായിട്ട് ആക്കിയെടുക്കുക. അത് ഒരു സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട് ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി ഇത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റോളം ഞാൻ തീയിലിട്ട് ആക്കി വെച്ചതാണ്.
അപ്പോൾ ഇത് ഒരു 30 സെക്കൻഡോളം കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം 30 സെക്കൻഡോളം നമ്മൾ ചൂടാക്കി എടുത്തതാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് സോയ സോസ് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പായിരുന്നു അത് ആഡ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഒരു മിനിറ്റ് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക. ക്യാപ്സിക്കത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുന്നു. അതും എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം 1 മിനിറ്റോളം. ഇതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്യുകയാണ്. ഇനി നന്നായിട്ട് ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് ഒന്നവിടെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ 30 സെക്കൻഡോളം വീണ്ടും ചിക്കൻ ഇട്ട് ചൂടാക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ നമ്മൾ പ്ലേറ്റിലേക്ക് വാങ്ങി ഇട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാവുന്നതാണ്. ഹണി ഇഷ്ടമുള്ളവർക്ക് ഹണി ആഡ് ചെയ്യാം, മധുരം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.